കുഞ്ഞിൻ്റെ സൗണ്ട് ക്ലിയർ ആയിട്ട് കേട്ട് പക്ക ക്ലിയർ ആയിട്ട് കേട്ടാ കുഞ്ഞു കാര്യം സൗണ്ട്. നിങ്ങൾ കണ്ടോ അത് ഗൈസ്? നിങ്ങളത് കണ്ടായിരുന്നോ ഗൈസ്? നിങ്ങളത് കണ്ടോ അത്? എന്തോ കിടക്കുന്ന ഇവിടെ റൂമിനകത്ത് ഞാൻ കണ്ട്. ഞാൻ പറഞ്ഞത് എന്തോ കിടക്കുന്ന അവിടെ അത് ഏതോ പാവയെ വന്നിട്ട് മന്ത്രം ചെയ്ത് കൊണ്ടിട്ടിരിക്കുക. എക്സ്ട്രീം അതപ്പോൾ കരയ സൗണ്ട് കേട്ടോ, കുഞ്ഞിൻ്റെ സൗണ്ട് കേട്ടത്. ഇപ്പം അവിടെ സൗണ്ട് കേട്ട് അവിടെ ഇപ്പോൾ സൗണ്ട് കേട്ടായിരുന്നു. ഓടി ഇത് വരച്ച് വെച്ചേക്കുന്നത് കണ്ണൊക്കെ കുത്തിയെടുത്ത് ചോര മൊത്തം വായിൽ മൊത്തം എന്തോ അത് എന്തോ കെട്ടി വെച്ചേക്കുന്നത് എന്തോ ഇത് തേണ്ട് മുടിയൊക്കെ കത്തിച്ചേക്കുന്നു. എനിക്കിപ്പോൾ നിങ്ങളോട് സംസാരിക്കണം, അതാണ് ഞാൻ മെയിനായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി ഇവിടെ വന്നതല്ല, പ്ലീസ് അത് ഫസ്റ്റ് മനസ്സിലാക്കുക. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം, അല്ല ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി ഇവിടെ വന്നതല്ല. ഞാൻ നിങ്ങളെ ശല്യം ചെയ്യത്തുമില്ല. നിങ്ങളിപ്പോൾ എന്നോട് പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകും ഉറപ്പാണ്. കാരണം നിങ്ങൾ അത്രമാത്രം ബുദ്ധിമുട്ട് ഇവിടെ അനുഭവിച്ചിട്ടുണ്ട്, എനിക്കത് നന്നായിട്ട് മനസ്സിലാവും. ഞാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് നിങ്ങളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്, സംസാരിക്കുന്നത്. പ്ലീസ്, ഇവിടെ ഉള്ള ആത്മാവ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജി ആണെന്നുള്ളത് അറിയാം, അത് ഓക്കെ, അത് വിട്ടേക്ക്. ഞാൻ ചോദിച്ചു വരുന്നത്, ഇവിടെയുള്ള ആത്മാവ് വന്നിട്ട് ആ മരിച്ചുപോയ കുഞ്ഞാണോ അതോ ആ അമ്മയാണോ അതോ ആ മന്ത്രവാദിയാണോ? എനിക്കത് അറിയത്തില്ല, അതാണ് ഈ ചോദിക്കുന്നത്. നിങ്ങൾ അതിന് മാത്രം കുഞ്ഞ് കരയുന്ന സൗണ്ട്, എൻ്റെ ദൈവം തമ്പുരാനെ, കുഞ്ഞ് കരയുന്ന സൗണ്ട് ആയിരുന്നു, കുഞ്ഞ് കരയുന്ന സൗണ്ട് ആയിരുന്നു ആ റൂമിനകത്തൊന്ന്. ഇവിടുന്നല്ല അവിടുന്ന് കേട്ടെ കുഞ്ഞ് കരയുന്ന സൗണ്ട്. കുഞ്ഞ് കരയുന്ന സൗണ്ട് കേൾക്കുന്നത് ഇവിടുന്നല്ല കേട്ട സൗണ്ട്, ഇവിടുന്ന് കേൾക്കുന്നത്. കുഞ്ഞ് കരയുന്ന സൗണ്ട് ക്ലിയർ ആയിട്ട് കേട്ട് പക്ക ക്ലിയർ ആയിട്ട് കേട്ടാ കുഞ്ഞ് കരയുന്ന സൗണ്ട്. ഹലോ, നിങ്ങളാണ് ഇപ്പോൾ കരഞ്ഞത് ഇവിടെ കിടന്ന്? ഇവിടുന്ന് മരിച്ചുപോയ ആ കുഞ്ഞാണ് ഇപ്പോൾ കരഞ്ഞത്? ഇവിടെ ആ മരിച്ചുപോയ ആ കുഞ്ഞാണോ ഇപ്പോൾ ഇവിടെ കിടന്ന് കരഞ്ഞത്? ഇവിടുന്ന് സൗണ്ട് കേട്ട് കുളിർ. അവരന്ന് ഉപയോഗിച്ച സോപ്പ് ഇപ്പോഴും ഇവിടെ തന്നെ കിടക്കുന്നുണ്ടോ? സോപ്പ് ഉണ്ടോ? അന്ന് ഉപയോഗിച്ച സോപ്പ് എത്ര വർഷങ്ങൾക്ക് മുന്നേ ഉപയോഗിച്ചത് ഇതൊക്കെ? ആ കുഞ്ഞിൻ്റെ അമ്മയൊക്കെ ഉപയോഗിച്ച സോപ്പായിരിക്കും അത്. കണ്ടോ ഇതിനകത്ത് വരെ ഇത് ബാത്റൂമാണ്. കണ്ടോ ഇതിനകത്ത് വരെ ഇത് ചന്ദ്രമ ചെയ്യുന്നുണ്ടോ? ഇവിടെ നിന്ന് ഇപ്പോൾ കരയുന്ന സൗണ്ട് കേട്ടെ. ഇത് ബാത്റൂം, ടോയ്ലറ്റ്, അത് കുളിക്കുന്ന റൂം. മൂക്കിലൊക്കെ പൂച്ചു പോകുന്നു. നിങ്ങൾ കണ്ടോ അത് ഗൈസ്? നിങ്ങളത് കണ്ടായിരുന്നോ ഗൈസ്? നിങ്ങളത് കണ്ടോ അത്? എന്തോ കിടക്കുന്ന ഇവിടെ റൂമിനകത്ത്? എന്തോ കിടക്കുന്ന റൂമിനകത്ത്? മന്ത്രവാദം ചെയ്യുന്ന റൂം ഈ വീട്ടിനകത്ത്. നിങ്ങൾ കണ്ടോ അത്? ഞാൻ കാണിച്ചോ അറിയത്തില്ല എനിക്ക് ശരിക്കും. അത് ഞാൻ കണ്ട്. ദൈവമേ, എന്തോ കിടക്കുന്നത്? ഇവിടുന്ന് കണ്ടത് ഞാൻ ക്ലിയറായിട്ട് കണ്ട്, നിങ്ങളെ കാണിച്ചില്ലെന്ന് തോന്നുന്നു. എൻ്റെ ദൈവം തമ്പുരാനെ, എൻ്റെ
ഞാൻ പറഞ്ഞത് എന്തോ കിടക്കുന്ന അവിടെ അത് ഏതോ പാവയെ വന്നിട്ട് മന്ത്രം ചെയ്ത് കൊണ്ടിട്ടിരിക്കുക എക്സ്ട്രീം. അതപ്പോൾ കരയാൻ സൗണ്ട് കേട്ടോ, കുഞ്ഞിൻ്റെ സൗണ്ട് കേട്ടത്. അപ്പോൾ ആ മരിച്ചുപോയ കുഞ്ഞിനെ വന്നിട്ട് മന്ത്രം ചെയ്ത ബലിയാണ് കൊടുത്തേക്കുന്നേ. എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടത് എടാ, എന്തോടെ ഇത് എടാ. വളരെ സാധാരണയായിട്ട് സ്റ്റാർട്ട് ചെയ്ത വീഡിയോ ഇത്, നോർമലായിട്ട്. ഇത് എങ്ങോട്ടൊക്കെയാണ് പോകുന്ന വീഡിയോ? നമുക്ക് പണിയാവും ഇത്. എന്താ ചെയ്യുമോ? നീയാണിപ്പോൾ കരഞ്ഞകത്തുനിന്ന് കഴിച്ചിപ്പോൾ അവിടെ സൗണ്ട് കേട്ട്, അവിടെ ഇപ്പോൾ സൗണ്ട് കേട്ടായിരുന്നു. അവിടെ സൗണ്ട് കേട്ടിപ്പോൾ ടോയ്ലറ്റിൻ്റെ അവിടെ തന്നെ കിടക്കുന്ന സാധനമൊക്കെ നല്ല പറ്റിയ സ്ഥലം കിടക്കാനായിട്ട്. എന്തോ അത് എൻ്റെ ഏതൊമ്പുറന് എൻ്റെ പൊന്നു, എന്തോ അത് എക്സ്ട്രീം. ഇതാ മന്ത്രം ചെയ്ത അതിനാ ആ മന്ത്രം ചെയ്ത ആ ആളാണത്? അല്ല മരിച്ചുപോയി കുഞ്ഞാണത്? അല്ലെ അമ്മയോ? കയ്യിലെടുത്തപ്പോൾ ഞാൻ കയ്യിലെടുത്തപ്പോൾ അത് കരയുന്ന സൗണ്ട്, കയ്യിൽ നിന്ന് വിറയ്ക്കുന്ന ആ പാവ ഇടുന്നിട്ട് എന്തോടത്? എക്സ്ട്രീം ഗൈസ്, സോ ഭയങ്കര എക്സ്ട്രീം, വേറെ ലെവൽ എക്സ്ട്രീം 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 സംഭവം. അൺഎക്സ്പെക്റ്റഡ് ഇത് സംഭവം, സത്യമായിട്ട് അൺഎക്സ്പെക്റ്റഡ്. ഇത് ഒരിക്കലും വിചാരിച്ചില്ല ഇത് ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കുമെന്നുള്ളത്. ആരാ അപ്പുറത്ത്? ഈ വീട്ടിലൊരു താമസിച്ച് കൈസ് ആ കുഞ്ഞിൻ്റെ കത്തിയ സൗണ്ട്. ശരിക്ക് കേട്ടെ. എൻ്റെ കയ്യെ കിടന്ന് വിറയ്ക്കുന്നു. കാര്യമായി ലവന്മാർക്ക് വരാഞ്ഞത്. എന്തുവാ കിടക്കുന്നത്? ഭഗവാനെ, എന്തോടി മറിച്ചു വെച്ചേക്കുന്നതിന് മൊത്തം ദേഹത്ത്. എൻ്റെ ദൈവമേ,
ഗൈസ് എന്തോ ഇത് കിടക്കുന്ന വരത്തി വെച്ചിട്ട് എൻ്റെ ദൈവം തമ്പുരാൻ.